ഹലോ ഗൈസ്, 12 മണിയായിട്ടോ. ഇനി ആഗസ്റ്റ് 26, 12 മണി. നല്ല വെയിലാട്ടോ സ്ലൊവേനിയയിൽ ഗൈസ്. നമ്മൾ സ്ലൊവേനിയയിൽ ബിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ വെച്ച് നമ്മൾ ട്രെയിനിങ്ങിന് പോകാം കേട്ടോ. കണ്ടൻറ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഡെയിലി കണ്ടൻറ് വേണ്ടേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വിടുക ഗൈസ്. വേറെ നമുക്ക് ഇടാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് വന്ന പാടെ നമുക്കൊരു റൂമിൻ്റെ കീയും നമ്മളെ പോസ്റ്റ് ബോക്സിൻ്റെ കീയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ബോക്സിൽ എന്തെങ്കിലും വന്നിട്ട് നോക്കാം. നമ്മൾ ആഗസ്റ്റ് 8 വന്നതാണ്. ഓക്കെ, ആഗസ്റ്റ് 8. അപ്പോൾ നമ്മളെ പേരുള്ള പോസ്റ്റ് ബോക്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ബാങ്കിലൊക്കെ പോയി നമ്മൾ ATM ഒക്കെ ഇവിടെ എത്തിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പം എൻ്റെ നമ്പർ വന്ന് 52 ആട്ടോ. വിവേൻ പ്രകാശ് അജൻജിത്ത്. നമുക്ക് കീ നമ്മൾ വന്ന് അന്ന് തന്നെ തന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും വന്നിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ചാവി ഇട്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇതിൻ്റെ കീ എല്ലാം തോന്നുന്നു. വിപിൻ ചേട്ടൻ്റെ കീ അല്ല എൻ്റെ തന്നെ. ഓ, ഞാൻ ഇടുന്നത് തമിഴ് സെൽവൻ്റെ ഇതിലാണ്. ഇതൊക്കെ കഴിച്ച എൻ്റെ. അപ്പം നമ്മളെ പോസ്റ്റ് ബോക്സിൽ ഒന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ ATM കാർഡ് ഇവിടെ എത്തിയെന്ന് കേട്ടു. പക്ഷേ അത് ഉർഷിയുടെ കയ്യിലേക്ക്. നമുക്കിവിടെ നമ്മളൊരു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഉർഷി എന്ന് പറയുന്നൊരു ലേഡിയാണ്. അപ്പം നമ്മൾ ബോക്സ് തുറന്നു. എൻ്റെ തൊട്ടുമുള്ളത് നമ്മളെ ബോസ് വിപിൻ ചേട്ടൻ്റെ നമ്പർ 51, അജുൻജിത്ത് 52, താഴത്ത് നമ്മൾ തമിഴ്സിൽ 53. നമ്മളെ റൂമിലുള്ള എല്ലാവരുടെയും ഇത് അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ പോസ്റ്റ് ബോക്സ് കമ്പനി. ഓക്കെ, നമ്മൾ ബോസ് ലീവിലാണ്. നമ്മളെ ബോസിന് വെക്കേഷനാണ്, ഇയർലി വെക്കേഷനാണ് തോന്നുന്നു 15 ദിവസം. അപ്പോൾ നമ്മൾ ബോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാര്യമായ വർക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ട്രയലിന് പോകാം ഗൈസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമ്പനി പെട്രോൾ പമ്പാണിത്. ഓക്കെ, ഇന്ന് കുറേ ആളിന്ന് പോയിട്ടോ. ഇന്നിവിടെ ഒരുവിധം എല്ലാവരും വന്നവരൊക്കെ പോയി. ഇനിയിപ്പം വെള്ളിയാഴ്ച നോക്കിയാൽ മതി എല്ലാവരെയും. ഓക്കെ, ബെല്ലടിക്കുന്നുണ്ട്. 12 മണീൻ്റെ ബെല്ലാട്ടോ പള്ളിയിൽ നിന്ന്. ആ കേൾക്കുന്ന 12 മണീൻ്റെ ബെല്ലാണ് പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്. ഇത് കണ്ടോ, 2 കണക്റ്റഡ് ട്രെയിലർ പോലെ. ഇതൊക്കെ നമ്മളെ കമ്പനി വണ്ടി അല്ല. ഇതൊക്കെ ഇവരിവിടെ പാർക്ക് ചെയ്യാനും ചെറിയ മെയിൻ്റനൻസൊക്കെ വരുന്ന വണ്ടികളാണ്. നമ്മളെ കമ്പനി യൂറോട്ടൊക്കെ കേട്ടോ. ഇവരിവിടെ പാർക്ക് ചെയ്യും. ഇവരെ ടൈം കഴിയുമ്പോൾ അങ്ങനത്തെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യും, നമ്മളെ കമ്പനി പാർക്കിങ് ഒന്ന് പാർക്ക് ചെയ്യും. ആശാൻ പോകാൻ നിൽക്കുക. ആശാൻ മെക്കാനിക് ആട്ടോ. ഹായ് വ്ളോഗിങ്. ആശാൻ നമ്മളെ കമ്പനി ആട്ടോ. ആശാൻ നമ്മളെ മെക്കാനിക്കാണ്. ആശാൻ അത് എന്താ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് 12 ബെല്ലടിക്കും തോന്നും. സമയം 12 മണി, ഉച്ച. നല്ല വെയിലാട്ടോ ഇവിടെ. അതായത് ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വെയിലാണെങ്കിൽ നല്ല വെയിൽ. ഒരു 6 മണി കഴിഞ്ഞ് 9 മണി വരെ ഇവിടെ പകലാണ്. പക്ഷേ ആ പകൽ സമയത്തെ കാറ്റ് നല്ല തണുപ്പാണ്. സെൽവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. കീ ഇരിക്കാ, റൂം കീ മുന്നെടുത്തിരിക്കാ. കീ ഇരിക്കാ, ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ട്രെയിനിങ്ങിന് പോകട്ടോ. ഓൾറെഡി വിപിൻ ചേട്ടനും രാഹുൽ ആശാനൊക്കെ അവിടെ ട്രെയിനിങ്ങിനുണ്ട്. പിന്നെ മനുവേട്ടൻ പുതുതായിട്ട് വന്ന് മനുവേട്ടനും സുഖക്കാരും പോയി ടെസ്റ്റ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ പള്ളി ഓരോ മണിക്കൂറിലും ബെല്ലടിക്കും ഗൈസ്. ഏതാണ് സമയം കാണിക്കാൻ വേണ്ടി ഒരു മണിക്കൂറിലും ബെല്ലടിക്കും. ഓക്കെ, ലേഡി ബേർഡ് ഡ്രൈവിംഗ് കാർ. ഇവിടെ ആരും കാർ ഓടിക്കും. നമുക്കിപ്പോൾ ഒരു വീട്ടിൽ നിന്ന്, അതായത് ബസ് ഫെസിലിറ്റീസ് കുറവാണ്. നമുക്കിപ്പം എല്ലാ വീട്ടിലും 2 കൂടുതൽ കാറുണ്ടാവും. ഒരുവിധം മിനിമം 2 കൂടുതൽ. അതായത് എവിടെ പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കാർ ആക്സസ് മസ്റ്റാണ്. ബസ് ഫെസിലിറ്റി എനിക്ക് തോന്നുന്നു സിറ്റി ടു സിറ്റി ഒക്കെ കൂടുതലായിട്ടുള്ളൂ. നമ്മളിപ്പം അതായത് വില്ലേജിൽ നിന്ന് പോകണമെങ്കിൽ ഞങ്ങൾക്ക് മസ്റ്റായിട്ടും കാറ് വേണം. അതേപോലെ ഇവിടെ ഊബർ വലിയ രീതിയിൽ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുവിധം സ്ഥലത്തൊക്കെ ഊബർ ഉണ്ടാകുമായിരുന്നു. ഇവിടെ നമ്മൾ ഊബർ വലിയ രീതിയിൽ കണ്ടിട്ടില്ല. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകേണ്ടത്.
ഓക്കെ, ഈ സൈക്ലേഴ്സ് ഉണ്ട് കേട്ടോ. കണ്ടാൽ ഞാൻ പറഞ്ഞില്ല, എല്ലാ വീട്ടിലും അടിപൊളി ഗാർഡൻ ഉണ്ടാവും. ഗാർഡൻ ഏരിയ. അങ്ങനെ നമ്മൾ ഇത് മുന്തിരിയാണ് ഗൈസ്. ഞാൻ ഇത്രയും ദിവസം കാണിച്ചു തന്നില്ലേ, ഇതുണ്ടോ? ഇതിൽ നല്ല മുന്തിരി കുലകൾ. ഓ മൈ ഗോഡ്, ഇതുണ്ടോ മുന്തിരി? ഇവിടെ നിന്നൊക്കെയാണ് ഇവർ മുന്തിരി പറിച്ച് കൊണ്ടുവന്ന്. വെയിലായതുകൊണ്ട് കാണുമെന്നറിയില്ല. ഫുൾ മുന്തിരിയാണ് ഗൈസ്, ബ്ലാക്ക് മുന്തിരി കേട്ടോ. മുന്തിരി ചെടിയാണ്, മുന്തിരിത്തോട്ടാണ്. അതായത് അതേപോലെ തന്നെ നമുക്ക് ആപ്പിളും കാണാം ഗൈസ്. ആപ്പിൾ ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ കമ്പനി വണ്ടിയാണല്ലോ. അങ്ങനെ നമ്മൾ ട്രെയിനിങ്ങിന് പോവുകയാണ്. 10 മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ കട്ട് ചെയ്തു. ഓരോ ദിവസം ഒരു 10 മിനിറ്റ് വീഡിയോ ഇടണ്ടേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ, 60 സബ്സ്ക്രൈബേഴ്സ്. പിന്നെ നമുക്ക് വാച്ച് അവർ ഇപ്പം 45 മണിക്കൂർ കഴിഞ്ഞു. അതായത് നമ്മൾ 8-ാം തീയതി വന്നു, ഇന്ന് 26, 8 16 24 22 ദിവസം കൂടെ നമ്മളെ വീഡിയോ 45 മണിക്കൂർ റീച്ച് ചെയ്തിട്ടോ. അപ്പം അത്യാവശ്യം നമ്മളെ വ്യൂവേഴ്സൊക്കെ നല്ല രീതിയിൽ നമ്മൾ സഹകരിച്ച് കാണുന്നുണ്ട്. അതൊരു ഹൈവേ ആണ്, A2 ആണ് കേട്ടോ. നമ്മളെ സ്ലൊവേനിയയിലെ A2 ഹൈവേ ആണ്. ഏറ്റവും വലിയ അത്യാവശ്യം നല്ല ഹൈവേ, അത്യാവശ്യം സ്പീഡ് പോകാൻ പറ്റിയ ഹൈവേ ആണ്. നമ്മൾ വെയിലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കാക്ക അതേപോലെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ ആകാശത്ത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വിമാനങ്ങൾ ഒറ്റ ടൈമിൽ ചിലപ്പോൾ 4-5 വിമാനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇനി ഇവിടെ ഒരു പൈലറ്റിൻ്റെ ഇത് കൂടുതലാണോന്ന് അറിയില്ല, പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മളെ ആകാശത്ത് ഫുൾ ടൈം വിമാനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണാം. നമുക്ക് കറക്റ്റ് പോകുന്നത് കാണുകയും ചെയ്യാം. ചില സമയത്ത് അധികം ഉയരമില്ലാതെ നമ്മളെ താഴ്ചയിൽ ചെറിയ ചെറിയ വിമാനങ്ങളുണ്ട് കുറേ. അപ്പം നമ്മളെ സ്ഥലം ബിക്ക് കേട്ടോ. നമ്മളെ സ്ലൊവേനിയയിൽ ബിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ബിക്ക്. ഈ ബോർഡ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ വില്ലേജ് ഇവിടെ തീർന്നു, ബിക്ക് എന്ന് പറയുന്ന ഏരിയ ഒരു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വെട്ട്. അതായത് ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ ബിക്ക് കഴിഞ്ഞു, ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിക്ക് എന്ന് പറയുന്ന വില്ലേജിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് വില്ലേജുകളിലൊക്കെ വണ്ടീൻ്റെ ഒക്കെ സ്പീഡ് എന്ന് പറയുന്നത് 50 km/h ആണ്. അപ്പം ഈ ബോർഡ് കാണുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും സ്പീഡ് കുറച്ചോളാം. അവിടെ ഡിറ്റക്ഷൻ മെഷീൻ ഉണ്ട്. നമ്മൾ എത്ര സ്പീഡിലാണോ പോകുന്നത് അതെന്ത് ചെയ്യും, അവർ ഡിറ്റക്ട് ചെയ്ത് ഷോ ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഫൈൻ വരും. ട്രാഫിക് വയലേഷനോടെ നല്ല ഫൈനാണ് ഗൈസ്. സാലറി എടുക്കാനുണ്ടാവില്ല. ഫൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി എടുക്കാനുണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രയും വലിയ ഫൈൻ, വയലേഷൻസ് ഭയങ്കര ഫൈനാണ് ഇവിടെ. വയലേഷൻ ഇതൊരു ചോളാട്ടോ. നമ്മൾ ചോളം താഴത്തട്ടുണ്ടായി, ഞാൻ വിചാരിച്ചു ചോളം മുകളിലല്ല. ചോളം എന്താ പറയുക, താഴത്തുനിന്നാണ് ചോളം വരും. ചോളം ഉണ്ട് അതിലൊക്കെ. നമ്മൾ വിചാരിക്കും അത് കായായിട്ടില്ല, അത് വിളയാൻ നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ വിളഞ്ഞതാണ്. ഇവർ ഡെയിലി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, വിളവെടുക്കുന്നുണ്ട് ഗൈസ്. ഫുൾ മിഷനാണ് കേട്ടോ, എല്ലാം മെഷീനറിയാണ്. പക്ഷേ വെയിൽ കൊള്ളണം എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം മെഷീനറിയാണ് ഗൈസ്. എല്ലാം ചെയ്യുന്നത്, പറക്കുന്നത്, റോൾ ചെയ്യുന്നത്, വേസ്റ്റ് ഒഴിവാക്കുന്നത് ഒക്കെ മെഷീനറിയാണ്. ണ്ടോ അങ്ങനെ നമ്മളെ പാർക്കിങ്ങിലെത്തി ഗൈസ്. ഇവിടെ ഇല്ലേ, വണ്ടി എടുത്ത് പോയാ. ഒരാശനാടെ മരം എന്താ കട്ട് ചെയ്ത് ലോറിയിലായി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ പ്രായമൊന്നും ഒരു ഫാക്ടറല്ല ഗൈസ്. 80 വയസ്സുള്ളവർ, 80-80ൻ്റെ മുകളിൽ വയസ്സുള്ളവർ മുത്തശ്ശിയാണ് ഇന്നലെ ഞങ്ങൾ കൃഷി നടന്നത് കണ്ട് വൈകുന്നേരം. അവർക്ക് ഇവിടെ ഇവർക്ക് അത്യാവശ്യം ലൈഫ് സ്പാൻ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം എന്താണ്, എല്ലാവരും നല്ല ലൈഫ് സ്പാനും, എല്ലാവരും ആ ഒരു മൈൻഡ് പ്രശ്നമല്ല. എല്ലാവരും ഈ ഒരു വർക്ക് ചെയ്യുക, പണിയെടുക്കാന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ എന്താണ്,
ആരാ വണ്ടിയിൽ നോക്കല്ലേ. എന്നിട്ട് നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം. 10:03 ഈ സമയമൊക്കെ മതി ഗൈസ്. നമുക്ക് വീഡിയോ സ്റ്റക്ക് ചെയ്യാതെ ഒരു എപ്പിസോഡിൽ കൂടിയുള്ള കണ്ടൻ്റായി. ഇനി നാളെ എന്തിടുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നാളെ നമുക്ക് ഇവിടെ കോഫി മെഷീനിൽ എങ്ങനെ കോഫി എടുക്കുന്നില്ല വേണമെങ്കിൽ കാണിച്ചു തരാം ഗൈസ്. അതൊക്കെ കാണിച്ചു തരാൻ പറ്റും. വേറെ എന്താ ഉള്ളത് ഇപ്പം വണ്ടിയിലുള്ളത്? അവരെടെ ഇവരുടെ ഇവരുടെ ആശാനോടെ ഉണ്ട്. രാഹുൽ ആശാനും 4 ആൾ വണ്ടി കയറി കിട്ടും. മനുവേട്ടനാണ് വെച്ച് കാച്ചുന്നത്.